മേയോയിൽ പോയിട്ട് തിരിച്ച് തുള്ളമൂർ വഴി ഡബ്ലിനിൽ വരാം എന്ന് കരുതി ഞങ്ങൾ റോസ്കോമൺ വഴി യാത്ര ചെയ്യാനായിട്ട് ഇടയായി. ഒരു റൗണ്ട് ബോട്ട് പാസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ടിരുന്നു ദൂരെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു കോട്ട. എന്തായാലും അത് അവിടെ പോയി കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളങ്ങോട്ട് പോയി. എന്തായാലും ഉറപ്പായിട്ടും അവിടെ ഒരു ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ടാവും എന്നുള്ളൊരു തോന്നലും എനിക്കുണ്ടായിരുന്നു. വെറുതെ ആയില്ല, കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരുപാടധികം കഥകളും കാര്യങ്ങളൊക്കെ എപ്പോഴും നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. ഇത് 1269 റോബർട്ട് ഡി അഫോർഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഭരണാധികാരിയാണ് ഈ ഒരു കോട്ട ഉണ്ടാക്കുന്നത്. അതിനുശേഷം പിന്നെ ഐറിഷ് ഗോത്രത്തലവന്മാരായിട്ടുള്ള ഓക്കോണിസ് 1340 ഇത് പിടിച്ചെടുത്തു. എന്നിട്ട് ഏകദേശം ഒരു 200 വർഷത്തോളം അവരാണ് അവിടെ ഭരിച്ചിരുന്നത്. പിന്നീട് കുറേ നൂറ്റാണ്ടുകൾക്ക് ശേഷം 1652 ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയും അതുപോലെ തന്നെ കോട്ടയുടെ കുറേയധികം ഭാഗങ്ങൾ നശിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1700-കളോടുകൂടി ഈ ഒരു കോട്ട അങ്ങ് ഉപേക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അവിടെ ആളുകൾ താമസിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും ചരിത്രരേഖകളിൽ കാണുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു രൂപകൽപ്പനയും അതിൻ്റെ നിർമ്മിതിയൊക്കെ വല്ലാത്ത രീതിയിലാണ്, അത്രയും മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കിപ്പോൾ പോയി കാണാം. മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ റോസ്കോമണിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കാണുക കേട്ടോ. നിങ്ങളോടൊപ്പം ഉള്ളത് ബബ്ലു ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബ്ലിൻ വേ ചാനൽ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.